ഹലോ ഗൈസ്, നമ്മളപ്പോൾ ഇന്ന് ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 2 ഗ്ലാസ് ജീരകശാല റൈസ് നമുക്ക് ആവശ്യമാണ്. അത് നന്നായിട്ട് കഴുകുക. ഒരു 2-3 തവണ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിൻ്റെ വെള്ളം വറ്റുമ്പോഴത്തേനും നമുക്ക് അതിലോട്ട് ആവശ്യമായുള്ള മസാലയ്ക്ക് വേണ്ടി സവാള, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ നന്നായിട്ട് അരിഞ്ഞ് ക്ലീൻ ചെയ്ത് വയ്ക്കാം. കുക്കർ ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് നെയ്യ്, കടലപ്പരിപ്പ്, കടുക്, ഉഴുന്ന്, ജീരകം എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് 2 കാഷ്യൂനട്ട് കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളിനി മാറ്റി വെച്ച തക്കാളി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി അതിലോട്ട് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കായം പൊടി എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി ആ മസാല എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആകുമ്പോഴത്തേന് ഇളക്കിയ ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ആ വെള്ളം ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു വറ്റി വരുമ്പോഴത്തേനും ആ തക്കാളിയും സവാളയൊക്കെ ഒന്ന് ഇതായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് കൊടുക്കണം. അങ്ങനെ നമ്മൾ അതിലോട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ജീരകശാല റൈസ് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വയ്ക്കാം. ഒരൊറ്റ വിസിൽ മതി. അപ്പോഴത്തേനും നമ്മുടെ റൈസ് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കതിൻ്റെ എയർ പോയി ശേഷം കുക്കർ തുറന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് മിക്സ് ആയേക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് സിമ്പിളായിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ താങ്ക് യു.